ഈ തെരഞ്ഞെടുപ്പ് ശൈലിയിൽ എനിക്ക് വലിയ പരാതിയുണ്ട്. കാരണം ഇവിടെ രണ്ട് സ്ഥാനാർത്ഥിയാണ്. രണ്ട് സ്ഥാനാർത്ഥി ഒരാൾ വോട്ട് ചെയ്യാവുന്നുള്ളൂ, അല്ലാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരെ വോട്ട് ചെയ്തത് വേറെ കാര്യം. ഇതൊക്കെ എന്തൊരു നിയമം ഇതുണ്ടാക്കി ഇലക്ഷൻ കമ്മീഷൻ വിവരങ്ങൾ കാണിക്കും. എനിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി വോട്ട് ചെയ്യും, അതിന് അവകാശമില്ല. ഇത് വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. ഈ കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട്. ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വോട്ട് ചെയ്തു, അത് വേറെ കാര്യം. പക്ഷേ നോട്ട വേണ്ട. ഞാൻ ചോദിച്ച ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ എല്ലാവരും നോട്ട ഇല്ലെന്നാണ്. രണ്ടുപേരും അവർക്ക് വോട്ട് ചെയ്യണമെന്നതിന് നിർബന്ധം ഇത്ര. ഒരു ജനാധിപത്യത്തിൽ വോട്ടവകാശം നോട്ടയാക്കാൻ അവകാശമുണ്ട്, അസാധുവാക്കാൻ അവകാശമുണ്ട്. അത് കൊടുക്കണം. വൃത്തികെട്ട സംവിധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. BJPക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അത് അപ്പോൾ അതായത് ചോദ്യം. BJP സ്ഥാനാർത്ഥി അപ്പോൾ ഞാൻ എവിടെ വോട്ട് ചെയ്യണം? പറ. നോട്ടയ്ക്കല്ലേ ചെയ്യാൻ പറ്റൂ? പക്ഷേ നോട്ടയ്ക്ക് വോട്ടില്ല. എൻ്റെ മര്യാദ എന്താ? BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ ഞാനൊരു BJPക്കാരനെ എങ്ങനെ വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്യും? പറ. അപ്പോൾ എനിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് അത് നോട്ടയ്ക്കല്ല രേഖപ്പെടുത്തുന്നത്. നോട്ടയില്ല. അതിൻ്റെ മര്യാദ എന്താ? മനസ്സിലായില്ല. അതിൻ്റെ മര്യാദ ഞാൻ ചോദിച്ചു. ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് വേറെ കാര്യം. ഓക്കെ താങ്ക് യു.